എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഫില്ലിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 മുട്ടയെ ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതൊരു 1/2 കപ്പ് അളവിൽ ബീൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ തന്നെ തക്കാളി ഒരു 1/4 കപ്പ് കട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. തക്കാളി നമ്മൾ എടുക്കുമ്പം ആ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത് മാത്രം എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ്. അതേ അളവിൽ തന്നെ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ്, അതായത് ഒരു 125 ml പാല് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തണുത്ത പാലൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇളം ചൂടുള്ള പാല് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ, ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന വരെ. ഈസ്റ്റ് ഇതുപോലെ പൊങ്ങി വന്നാൽ ഇതിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള കോഴിമുട്ട നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുത്താണ്. ആ ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്യാം. ആദ്യം ഇതുപോലൊരു തവിയുടെ ഒരു പിടി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നല്ല പോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആദ്യം നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിന് തന്നെയാണ് കേട്ടോ ഈ ഒരു മാവ് ഇരിക്കുന്നത്. നമ്മൾ മാവ് ലൂസായെന്ന് കരുതിയിട്ട് പൊടിയൊന്നും ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത്. കൈ വീണ്ടും ഒന്ന് കഴുകി ഓയിൽ കുറച്ച് കയ്യിലാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് കൂടുതൽ എടുക്കാമായിരിക്കും. ആ ഒരു മാവ് നമുക്ക് നല്ല ഡബിളായിട്ടൊന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞൊരു തുണി കൊണ്ടോ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഓയിലിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 3 ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ഫില്ലിംഗ് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. സവാളയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു വെജിറ്റബിൾസ് ഒന്നും ഒരുപാടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഒരു പകുതിയോളം നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ. അപ്പോൾ ഒരു പകുതിയോളം നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലൊരു കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരു പകുതിയോളം നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. പൊടികൾ ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു എരിവ് ഉപ്പൊക്കെ നോക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമുക്കൊരു 3-3.5 ടീസ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് ഇളക്കിയിട്ടെടുക്കാം. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എഗ്ലെസ് മയോണൈസ് ആണ്. നിങ്ങൾക്ക് എഗ്ഗ് വെച്ചിട്ടുള്ള മയോണൈസ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു 3.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഒരു 2 ടീസ്പൂൺ മയോണൈസും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമുക്ക് മാവ് ഇവിടെ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ നമുക്കിതുപോലെ കുറച്ച് ഏറെ തന്നെ ഒന്ന് തൂക്കി കൊടുക്കാം.
എന്നിട്ട് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റോളം തന്നെ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ആദ്യം ഒരു മാവ് പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു മാവ് നമ്മൾ എന്തെങ്കിലും വെച്ച് അടച്ച് തന്നെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോകും. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ട്രെയിലാണ്. ഈ ഒരു ട്രേ തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കേക്ക് ടിനൊക്കെ ആണെങ്കിലും മതി. ഇതിലേക്കൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ വെജിറ്റബിൾ ഓയിലൊക്കെ ആണെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി തൂകിയതിന് ശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു പാത്രത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പാത്രത്തിലൊക്കെയാണ് ചെയ്തിട്ടെടുക്കുന്നതെങ്കിൽ മാവ് 4 ആക്കിയിട്ട് 2 സ്നാക്സ് ആയിട്ട് നമുക്കിത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു കട്ടിക്കാണ് ഞാനിതിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. സൈഡും എല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിംഗ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു മാവിൻ്റെ എല്ലാം അറ്റത്ത് മുട്ടാത്ത രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി എടുത്തിരിക്കുന്ന മുട്ട ഒരു 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാവും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു മാവ് നമുക്ക് ആവശ്യത്തിന് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ മാവ് പരത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു മാവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം നല്ല പോലെ തന്നെ കൈവച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇതിലും ചെറിയ പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത് 2 സ്നാക്സ് ആക്കി നമുക്ക് ചെയ്തിട്ടെടുക്കാം. സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു ക്ലിംഗ് വാപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരത്തേക്കും കൂടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളായിട്ടോ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഒരുപാടങ്ങ് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ എഗ്ഗ് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത എള്ളോ അല്ലെങ്കിൽ വെളുത്ത എള്ളോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെച്ചിട്ട് നമ്മളൊരു 25-30 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. ഫംഗ്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ബേക്ക് ചെയ്യുന്ന ഒരു മോഡാണ്. ഓവനിലല്ലാതെ ഇതുപോലുള്ള സ്നാക്സുകൾ നമ്മൾ പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. മൂടിയിൽ ഇതുപോലെ ഹോളുള്ളതാണെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് ഇതുപോലെ ഈ ഒരു പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതിൻ്റെ ഒരു മുകൾ ഭാഗത്തേക്ക് ഒരു കളർ ചേഞ്ച് വന്ന് നല്ല പോലെ തന്നെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു എഗ്ഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് മുകളിലത്തെ ഒരു കളറൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ വേണമെങ്കിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് അറിയാലും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇത് കാണുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ആ ഒരു നല്ല ചൂടോട് കൂടിയിട്ട് നമ്മളിത് കട്ട് ചെയ്തത് ചെറിയതായിട്ട് എൻ്റെ ചൂടൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് 4 മണിക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു എഗ്ഗ് ഡിന്നർ ബ്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.